അസ്സലാമലൈക്കും പ്രിയ സുഹൃത്തുക്കളെ, ഒരു കിളവ് വന്നിട്ടുണ്ട്. കിളവ് എന്താ പറയുന്നതെന്നൊന്ന് കേൾക്കുക. അപ്പോൾ കിളവൻ്റെ ആവലാതി നിങ്ങൾ കേട്ടല്ലോ. ഈ മന്തിക്കടയാണ് കിളവൻ്റെ പ്രശ്നം. അപ്പോൾ മന്തിക്കട നടത്തുന്ന ആൾക്കാരെല്ലാം എന്നെ അന്വേഷിക്കണം എന്നാണ് ഈ കിളവൻ വിചാരിക്കുന്നത്. കിളവൻ്റെ വീട്ടു ജോലിക്കാരാണ് ഈ എൻ ഐ എ എന്നുള്ളതാണ്. അതുകൊണ്ടാണ് കിളവ് വന്നിട്ട് ഈ രീതിയിൽ പറഞ്ഞത്. സത്യം പറഞ്ഞാൽ ഈ എൻ ഐ എ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്ന തീവ്രവാദവുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ട് അന്വേഷിച്ച് കണ്ടുപിടിക്കുന്ന അതിശക്തമായിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ്. പക്ഷേ ഇന്ന് ഭരിക്കുന്ന ഭരണാധികാരികൾക്ക് ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പവർ എന്താണെന്ന് പോലും അറിയാതെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും എൻ ഐ എ അന്വേഷിച്ചിട്ട് ഒന്നും കണ്ടുപിടിക്കാൻ പറ്റാതെ വളരെ നാണക്കേടായിട്ട് പോകുന്ന ഒരു സംഭവമാണ് ഉണ്ടായി പോകുന്നത്. അതായത് ഈ ഡിപ്പാർട്ട്മെൻറ്റ് നാണക്കേട് വരുന്ന രീതിക്കുള്ള കാര്യങ്ങളൊക്കെയാണ് കൊടുക്കുന്നത്. അതായത് അന്വേഷിച്ചിട്ടൊന്നും കണ്ടെത്താതെ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്നെയൊക്കെ അത് നാണക്കേടല്ലേ. അപ്പോൾ ഈ കിളവ് വിചാരിക്കുന്നത് ഈ മന്തിക്കടയെക്കുറിച്ച് അന്വേഷിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കിട്ടും എന്നാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജനങ്ങളുടെ ജീവിത രീതി ഉണ്ടല്ലോ, അത് നല്ല മാറിയിട്ടുണ്ട്. വളരെ വ്യത്യസ്തമായിട്ടുള്ള ജീവിത രീതിയാണ്. യൂറോപ്യൻ സ്റ്റൈലിലും അറബി രാജ്യങ്ങളുടെ സ്റ്റൈലിലൊക്കെയാണ് ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്നത്, ജീവിതങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ യൂറോപ്യൻ സ്റ്റൈലുള്ള ഫുഡുകൾ ഒരുപാട് നമ്മുടെ നാട്ടിൽ വരുന്നുണ്ട്. അറബി രാജ്യങ്ങളുടെ ഫുഡുകൾ ഒരുപാട് നമ്മുടെ നാട്ടിൽ വരുന്നുണ്ട്. ഇവിടെ KFCയും അതുപോലെ തന്നെ ബെഡ്നോക്ക് പോലെയുള്ള ഒരുപാട് ഷോപ്പുകൾ, അതായത് 10 ഷോപ്പിൻ്റെ ഇടയിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഷോപ്പ് KFCയും അതുപോലെ തന്നെ ബെഡ്നോക്കും ഉണ്ട്. അതിനെക്കുറിച്ചൊന്നും കിളവൻ പറയില്ല, അതിനെക്കുറിച്ചൊന്നും അന്വേഷിക്കണം എന്ന് പറയില്ല. പകരം ഈ മന്തിക്കടകളെ കുറിച്ച് അന്വേഷിക്കണം എന്നാണ് ഈ കിളവനെപ്പോലുള്ള ആൾക്കാർ ചിന്തിക്കുന്നത്. അതിന് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ മന്തിക്കട നടത്തുന്നതൊക്കെ മുസ്ലിങ്ങളാണ് എന്നുള്ളതാണ് ഈ കിളവൻ്റെ ചിന്ത. യഥാർത്ഥത്തിൽ മന്തിക്കട നടത്തുന്നത് ചിലപ്പോൾ ഹൈന്ദവരാകാം, ചിലപ്പോൾ ക്രിസ്ത്യാനികളാകാം. ഇതൊന്നും കിളവൻ അന്വേഷിക്കില്ല. കിളവനെ സംബന്ധിച്ചോളം ഈ മന്തി നിൽക്കുമ്പോൾ അറബി രാജ്യത്ത് വന്ന ഒരു ഫുഡാണല്ലോ. അപ്പോൾ ഇത് നടത്തുന്നത് കംപ്ലീറ്റ് മുസ്ലിങ്ങളാണെന്നുള്ള ഒരു ചിന്തയാണ്. ഇന്ന് നമുക്കറിയാം ഒരുപാട് ഹൈന്ദവ സഹോദരന്മാരും അതുപോലെ തന്നെ ക്രിസ്ത്യാനികളായ ആളുകളൊക്കെ അറബി രാജ്യങ്ങളിൽ പോയിട്ട് ഇഷ്ടംപോലെ ഷോപ്പ് നടത്തുന്നുണ്ട്, മന്തിക്കട നടത്തുന്നുണ്ട്, ഒരുപാട് ബിസിനസ് അവിടെ കൊണ്ടുവരുന്നുണ്ട്. ആ ബിസിനസ്സൊക്കെ അവർ ഇവിടെയും ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ കിളവൻ ഈ നാല് ചുറ്റുമുള്ള അവൻ്റെ ജില്ലകളിലോ അതല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൻ്റെ ഉള്ളിൽ ഇട്ടാവട്ടം സ്ഥലങ്ങൾ മാത്രം സന്ദർശിച്ച ഈ കിളവൻ വിചാരിക്കുന്നത് ഈ അറബി രാജ്യത്ത് നിന്ന് വരുന്ന ഫുഡുകളെല്ലാം മുസ്ലിങ്ങൾ കൊണ്ടുവരികയാണ്, അറബി സ്റ്റൈലിലുള്ള ഫുഡുകളെല്ലാം മുസ്ലിങ്ങളാണ് നടത്തുന്നത് എന്നുള്ളതാണ് ഈ കിളവൻ്റെ ചിന്ത. ഇങ്ങനത്തെ ഒരു ചിന്തയും വെച്ചിട്ടാണ് കിളവൻ സോഷ്യൽ മീഡിയയിൽ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ കമൻറ്റിൽ ഇടുന്നുണ്ട്. പാവപ്പെട്ട ആൾക്കാർ, പാവപ്പെട്ട തൊഴിലാളികളൊക്കെ അവർ വിചാരിക്കുന്ന ഈ മന്തി വന്നതോടുകൂടി ഞങ്ങളുടെ ഫുഡുകളെല്ലാം പോട്ട് കാണുന്നത്. മന്തിക്ക് യഥാർത്ഥത്തിൽ നിങ്ങൾക്കറിയാം നല്ലൊരു എമൗണ്ട് ആണ്. അതുകൊണ്ട് തന്നെ സാധാരണക്കാരനൊക്കെ മന്തി കഴിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. KFC ആയാലും ശരി, മറ്റുള്ള ഫുഡുകളൊക്കെ തന്നെയാണ് എല്ലാം വലിയ വലിയ കാശുകാരെ ടാർഗറ്റ് ചെയ്ത് തുടങ്ങുന്ന ഫുഡുകളാണ്. ബാക്കി സാധാരണക്കാരൊക്കെ അറിയാലോ ഇഡ്ഡലിയും ദോശയൊക്കെ കഴിച്ച് പോകുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ഈ കിളവൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇഡ്ഡലിയും ദോശയെല്ലാം കഴിച്ചിട്ട് പോയാൽ മതി, നിങ്ങളുടെ ജീവിത രീതി ഒന്നും ഒരിക്കലും ഉയർന്നു വരരുത്, താഴ്ന്ന ലെവലിൽ തന്നെ നിങ്ങൾ നിൽക്കണതൊക്കെയാണ്. ഇതാണ് കിളവൻ്റെ ചിന്ത. കാരണം ആ സംഭാഷണത്തിൽ തന്നെ ഉണ്ട് സാധാരണ തട്ടുകടക്കാരനേക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായി. അപ്പോൾ ആലോചിച്ച് നോക്കും പാവപ്പെട്ട മുതലാളികൾ എന്ത് ചെയ്യുന്നത്. പാവപ്പെട്ട മുതലാളികളായ ആളുകൾ എവിടെ പോയി ഫുഡ് കഴിക്കും ഒന്ന് ആലോചിച്ച് നോക്കും. അപ്പോൾ ഒരു മന്തി കഴിക്കണമെങ്കിൽ ഗൾഫിൽ പോകണം, ഒരു KFC കഴിക്കണമെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് പോകണം, അല്ലെങ്കിൽ മറ്റുള്ള സമ്പന്നരായ രാജ്യങ്ങൾക്ക് പോകണം. ഇങ്ങനത്തെ ഒരു അവസ്ഥയൊക്കെ ആയി മാറില്ലേ. അപ്പോൾ ഒരു കോമൺ സെൻസും ഇല്ലാതെ വന്നിരുന്നുകൊണ്ട് ക്യാമറയുടെ മുന്നിൽ എന്ത് തോന്നിവാസവും വിളിച്ചു പറയുന്ന ഇതുപോലെയുള്ള വാണങ്ങളെക്കുറിച്ച് പ്രിയ സുഹൃത്തുക്കളെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം കമൻറ്റിൽ പറയുക. എന്തുകൊണ്ടാണ് ഈ കിളവൻ ഇങ്ങനെ ഒരു ചിന്ത വന്നത്? മന്തി കടകൾക്കെതിരെ ഒരു NIA അന്വേഷണം വേണം എന്നൊക്കെ എന്തുകൊണ്ട് കിളവന് ചിന്തിക്കാൻ തോന്നിയത്? അതിന് മാത്രം മന്തിക്കടക്കാർ ഇവിടെ എന്ത് പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത്? അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയുവാണെങ്കിൽ പ്രിയ സുഹൃത്തുക്കളെ വളരെ ലളിതമായിട്ട് നിങ്ങൾക്ക് കമൻറ്റിലൂടെ അവതരിപ്പിക്കാം. എന്നെ സംബന്ധിച്ചോളം ഇതുപോലെയുള്ള കിളവന്മാരാണ് നമ്മുടെ നാടിൻ്റെ വളർച്ചയെ തന്നെ ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായം കമൻറ്റിൽ പറയാം.